റോഡപകടങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗം ഇന്ന്. ക്രമസമാധാന ചുമതലയുള്ള ADGPയും ഗതാഗത കമ്മീഷണറും ജില്ലാ പോലീസ് മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കും. റോഡിൽ സംയുക്ത പരിശോധന നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും. തിരുവനന്തപുരത്ത് നിന്ന് PS അനുരാഗ് ഉണ്ട് വിശദാംശങ്ങളുമായി. അനുരാഗ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അജണ്ടയായി വരിക? ഗതാഗത മന്ത്രിയുടെ ചേംബറിലാണ് 11:30 ഈ യോഗം നടക്കുക. നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധന ഈ കാലയളവിൽ കുറയുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതിനൊപ്പം തന്നെ റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണവും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ള കാര്യമാകും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. അതിനൊപ്പം നാളെ ദേശീയപാത അതോറിറ്റി അധികൃതരുമായി മന്ത്രി ഗണേഷ് കുമാർ ചർച്ച നടത്തുന്നുമുണ്ട്. ഇന്ന് പ്രധാനമായും പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇനി മുതൽ എങ്ങനെയാകണം പരിശോധന നടത്തേണ്ടത്, വർദ്ധിപ്പിക്കേണ്ടത് എന്ന കാര്യമാകും പ്രധാനമായും ചർച്ചയാവുക. അതിനൊപ്പം നാളെ നടക്കുന്ന യോഗത്തിൽ റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണം, എവിടെയൊക്കെയാണ് അശാസ്ത്രീയമായ നിർമ്മാണം കണ്ടെത്തിയത് അവിടെയെല്ലാം പരിഹാരം കണ്ടെത്തണമെന്ന കാര്യം മന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ആഴ്ചയിൽ പലയിടങ്ങളിൽ കുഞ്ഞുങ്ങളടക്കം നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് റോഡപകടങ്ങളിൽ. അതെന്തായാലും അങ്ങനെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് തന്നെയാണ്. അപകടം നടന്ന പാലക്കാട് സിമന്റ് ലോറി കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് മറിഞ്ഞ അവിടെ മന്ത്രി തന്നെ നേരിട്ട് വാഹനമോടിച്ച് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണം റോഡിൽ അവിടെ കണ്ടെത്തുകയും മന്ത്രി തന്നെ നേരിട്ട് കണ്ടെത്തുകയും ചെയ്തു. അവിടെയെല്ലാം കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊപ്പം പുതിയ ബ്ലാക്ക് സ്പോട്ടുകൾ അല്ലെങ്കിൽ അപകട സാധ്യതാ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ടോ എങ്കിൽ അവിടെ സ്വീകരിക്കേണ്ട നടപടികൾ എന്ത് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. പക്ഷേ ചർച്ചകൾ കൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യം തന്നെയാണ് ഏറ്റവും ഗൗരവതരം പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യങ്ങൾ അതിൽ ഇന്ന് നടക്കുന്ന ചർച്ചയിലും നാളെ നടക്കുന്ന ചർച്ചയിലും എത്രത്തോളം പരിഹാരം കാണാനാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ശരി, VS അനുരാഗാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.